പൊന്നാര കുട്ടിയെ ഞാൻ ചോദിക്കാഞ്ഞിട്ടല്ല, പെൺകുട്ടി സമ്മതിക്കണ്ടേ. അതിപ്പോ ഞാൻ ഷെറിനെ വിളിച്ചു വരുത്തിയത്. ഷെറി എന്നോട് പറഞ്ഞില്ലേ ഷെറി? അതന്നെയാണ് ഇവിടുത്തെ സംഭവം. ഷെറിനെ വിളിച്ചു വരുത്തി. ഷെറിനോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിക്കണ്, നേരത്തെ വന്നിക്കണ്. എന്താന്നറിയില്ല, എവിടേക്കെങ്കിലും പോവാനൊക്കെ ഉണ്ടാവും. ചിലപ്പോ സ്ഥലത്തിന്റെ കാര്യത്തിനെ ആ പെൺകുട്ടീനെല്ലാം മണ്ടി പായാനുള്ളൂ. അപ്പൊ എവിടേക്കെങ്കിലും ഒക്കെ പോവാണ്ടാവും. പാവാണ്, ഇക്കും ഇഷ്ടം. ഇപ്പാക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര കാര്യോളെ. ഇപ്പാനോട് ഈ കാര്യം പറഞ്ഞേക്ക് ഇപ്പ എന്നോട് പറയാണ് അത് നല്ല കാര്യമാണ് എന്നുള്ളത്. പക്ഷെ എൻ്റെ ആങ്ങള വിളിയോണ്ട് വിളി. എൻ്റെ ആങ്ങള ഇമ്മ ചോദിച്ച നീ എവിടെങ്കിലും ഉണ്ടാ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിനോട് ഇമ്മാനോട് സമ്മതം ചോദിപ്പിക്കല്? എന്തൊരു ബുദ്ധിയാണ് എൻ്റെ ആങ്ങൾക്ക് കിട്ടിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ. ഞമ്മക്ക് മാത്രം ഇഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ല. ഓര് തമ്മിലല്ലേ ജീവിക്കണത്, ഞമ്മളല്ലല്ലോ അവരുടെ ജീവിതത്തിൽ ഇടപെടണത്. അവന് നേരിട്ട് അവളോട് ചോദിക്കാന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇത് അതല്ല. ഇല്ല, ഷെറി ചോദിച്ചിട്ടില്ലാവുന്നാണ്. ഷെറി 2 ദിവസം ഉണ്ടാവുന്ന പറഞ്ഞത്. ഇത് കാരണം ഞാൻ വിളിച്ചിരുത്തിയതാണ് ഓളെ. ഇത് എൻ്റെ ആങ്ങളെ സ്വതം തരണ്ട. ചോദിച്ചമ്മാന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണേ. പാവാണ്. എനിക്കറിയില്ല, എൻ്റെ ഇതിൽ ഓൻ പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഓൻ പറഞ്ഞത്. ഞാൻ ആർക്കറിയാം. ഓൻ പറഞ്ഞത് ചെറുപ്പം മുതലേ ഓളെ ഇഷ്ടമാണെന്ന്. അപ്പൊ എവിടുന്നാടെ ഓളെ കണ്ടു നോക്കുമ്പോ അതിന് ഉത്തരമില്ല, അതൊക്കെ കണ്ടിക്കണെന്നാ പറഞ്ഞത്. എനിക്കറിയില്ല. പിന്നെ ആൺകുട്ടികളല്ലേ, ഓള് കോളേജിക്ക് പോകുമ്പോഴും പുറത്തുനിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ അടുത്ത് തന്നെയല്ലേ പോളെ പേരാ. ചോദിച്ചോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മതിച്ചാൽ മതിയെന്ന്. ചിലപ്പോ ഷെറിനോട് സമ്മതിക്കാരോ, നിന്നോട് പറയാനുള്ളൊരു ജാളിയത കാരണം ഇക്കാരോ ഷെറിനോടേ സമ്മതിക്കാതിരിക്കൂല. എന്നുവെച്ചും ഇങ്ങോട്ട് പോരാ. അന്നി ഞാൻ വിളിച്ചില്ല ഷെറിന്റെ കൂടെ അങ്ങോട്ട് പോരാ ചോദിച്ചോക്കാനീന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ അതന്നെയുള്ള മാർഗം. നൂറ സമ്മതിച്ചില്ലാന്നുണ്ടെങ്കിൽ ഓളോട് കണ്ട് പോവുക. അതിന് ഓളെ ഉമ്മാക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഓളെ വർത്താനം കേട്ടിട്ട് ഓളെ ആങ്ങളൊരു ഇടഞ്ഞ സാധനാണ്, ഒരു വൃത്തിയുടെ സാധന തോന്നണ ഓളെ ആങ്ങള. ഓളെ വർത്താനം കേട്ടിട്ട് ഈ സ്ഥലം എടുക്കാൻ തന്നെ ഒരു 5 പൈസ കുട്ടി കൊടുത്തിട്ടില്ല. നൂറൊക്കെ അറിയില്ലല്ലോ ഇപ്പൊ 5 ലക്ഷം നമ്മളാണ് കൊടുക്കണെന്നുള്ളത്. ഓളെ ധാരണ എന്താണെന്നറിയോ, ആകെ സ്ഥലത്തിന് 5 ലക്ഷം ഉള്ളൂ എന്നാണ്. പക്ഷെ നമ്മളാണ് 5 ലക്ഷം കൂടി കൂട്ടി കൊടുക്കണമെന്ന് ഓൾക്കറിയില്ല. 10 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. 1/2 ലക്ഷം പിന്നെ എൻ്റെ ഒപ്പം അങ്ങനെ പറഞ്ഞ് ഇപ്പാൻ്റെ കൂട്ടുകാരനും കൂടെ ആയപ്പോഴേ അതങ്ങോട്ട് സോൾവ് ആക്കി തന്ന്. നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. ആടി ഐറ്റങ്ങളായ കാലം മുതലേ വാടകയ്ക്ക് തന്നെ അല്ലേ. ഇല്ല, നൂററിയില്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവൻ പ്രശ്നം ഉണ്ടാവുക. അപ്പൊ നമുക്ക് പറയണോ ഞങ്ങളിഷ്ടം കൊണ്ട് അവിടെ തന്നതാന്നുള്ളത്? അതറിയാതെ സൂക്ഷിക്കേണ്ടത് നമ്മളടുത്താണ്. ഷെറിനോട് ഞാൻ പറഞ്ഞേക്കണം പറയരുത് എന്നുള്ളത്. നീ പറയുവാണാവോ? എന്നാ ശരി. ഞാൻ ചോദിച്ചിട്ട് വിളിക്കാനോട്. ശരി സംസാരിച്ചതിന് ശേഷം എനിക്ക് ആ വിവരം അറിയിക്കാം. നീ ഇങ്ങനെ വിളിച്ചുകാണ്ട് നിൽക്കണ്ട. എന്തായിന്ന് വെച്ചുകാണ്ട്. എന്നാ ശരി. വല്ലാത്തൊരു മക്കള്. ഈ 3 കൂടി പിന്നെ തല കൊത്തി പറിക്കുന്ന തോന്നുന്നു ഈ ഒരു പെണ്ണ് കാരണം. പെൺകുട്ടിക്കാണെങ്കിൽ ഒന്ന് സമ്മതിച്ചുകൂടെ? എൻ്റെ അമ്മാനോടെ ഒരു കാര്യം ചോദിച്ചിരുന്നല്ല, അതിന് മാത്രം മറുപടി പറഞ്ഞില്ല. നല്ല ആളാണ് ട്ടാ. ശരി, എന്തൊക്കെയാ പറഞ്ഞത്? എടി എൻ്റെ അനിയൻക്കേ, ഞാൻ ഇപ്പൊ എന്താ പറയല്, എൻ്റെ അനിയൻ ഇങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കലാണ്. നിങ്ങൾക്ക് പറഞ്ഞൂടെ? അവനൊന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ? നിങ്ങൾ അവൻ്റെ കുട്ടിക്കളിക്ക് നിന്നാലോ? ഇതൊക്കെ അവനക്ക് തോന്നുന്ന ചെറിയൊരു കുട്ടിക്കളിയാണ്. എന്തൊക്കെ എന്നോട് ചോദിക്കണത്? പിന്നെ തെറ്റായ കാര്യമാണല്ലോ ചോദിക്കണത്. അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്. അവൻ ചെറിയ കുട്ടിയൊന്നല്ല. അവനക്ക് ഞങ്ങളവിടെ വെച്ചിട്ടേ അവനക്കാണ് കുറച്ച് പക്വതാന്ന് തോന്നും. ഞങ്ങൾ അവൻ്റെ മൂത്തതാണെന്നുണ്ടെങ്കിലും അവൻ ചോദിച്ചാൽ എന്താ തെറ്റി നൂറ? ഉണ്ടൊക്കെ ശരിയാ. ഈ ഇങ്ങനൊക്കെ എന്നോട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി നിർത്തിട്ട. നിങ്ങൾ ഇങ്ങനെ ഒന്നും സങ്കടപ്പെടുത്തല്ലേ. എനിക്ക് അതിനൊന്നും പറ്റൂല. ഞാൻ അങ്ങനെയൊന്നും ഇവിടെ കണ്ടിട്ടില്ല.
ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങളെ വീട്ടിൽ പണിയെടുക്കാൻ വന്ന വെറും ഒരു വേലക്കാരിയല്ലേ. ഈ എന്താ നൂറ ഈ പറയുന്നത്? ഈ എന്തൊക്കെയൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള ബോധം എനക്കുണ്ടാ? ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്? ആ രീതിയിൽ വേണ്ടങ്ങളിനെ കാണാന്. അല്ലാതെ ഇവിടുത്തെ മരിയോളൊക്കെ നാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം വലിയ ഭാഗ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഷെറിയ. അത് അനക്ക് നാണക്കേടാ, അനക്ക് കെട്ടിച്ചോടുത്ത് നാണക്കേടാ. പിന്നെ മറ്റേ താത്താർക്കൊക്കെ ഭയങ്കര ഇടങ്ങറാണത്. വേണ്ടടി, എനിക്കൊന്നും കേൾക്കണ്ട. അനക്ക് സമ്മതാണോ സമ്മതല്ലേ? അവൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? അന്നെ കല്യാണം കേൾക്കണമെന്ന് പറഞ്ഞ എത്ര വലിയ തെറ്റാണ്? എനിക്ക് തോന്നിയില്ല അവൻ എന്നെ കല്യാണം കേൾക്കണമെന്ന് പറഞ്ഞത് തെറ്റായിട്ട്. എന്താണ് എന്റെ പ്രശ്നോ? ഒന്ന് സമ്മതിക്കടി. ശരി, എന്തൊക്കെയാ ഈ പറഞ്ഞത്? നൂറ, ഇക്കൊന്നും കേൾക്കണ്ട എടി. ഞങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഞങ്ങൾ നാത്തൂനായിട്ട് ഈ വരണം എന്നുള്ളത്. ഈ അല്ലാതെ അവനക്ക് വേറൊരു പെണ്ണ് ചേരൂലടി. നീ ഒന്ന് മനസ്സിലാക്കിയെടുക്ക്. അവനക്ക് അത്ര ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്നോട്, വേറൊന്നുമല്ലല്ല. ഈ എന്താ ഇങ്ങനെ? എനിക്ക് മാത്രല്ല, താത്താക്കോ ഇമ്മാക്കോ ഇപ്പാക്കോ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണടി. ശരിയാ, എൻ്റെ അനിയനക്കല്ല കുഴപ്പം മുഴുവക്കാണ്. എന്താ പറഞ്ഞത് മനസ്സിലാക്കാത്തത്? എനിക്ക് പറ്റൂല എൻ്റെ അനിയനെ കല്യാണം കഴിക്കാൻ. ഈ എന്തെങ്ങനെ? അടി, അവനക്ക് എന്നോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടില്ല അവൻ പറഞ്ഞത്. അല്ലാതെ പ്രേമിച്ച് നടന്ന് പഞ്ചാര അടിക്കൊന്നും ചെയ്യണിയല്ല. അവൻ ഡയറക്റ്റായിട്ട് ഉമ്മാനോട് പറഞ്ഞ് ഇപ്പാനോട് പറഞ്ഞ് പിന്നെ ഞങ്ങളോടും പറഞ്ഞ്. ഞങ്ങളോടൊക്കെ സമ്മതം ചോദിച്ചിട്ടല്ലേ അവൻ്റെ ഇഷ്ടം എന്നോട് പറയണത്. എടി ഒന്ന് സമ്മതിക്കടി. ഞാൻ ചേരൂലടി അവനക്ക്. എടി, അവൻ എത്ര പഠിപ്പ് വീട് വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ചെക്കനാണ്. ഞാൻ എവിടെ കെടുക്കണേ? നിങ്ങളെവിടെ കെടുക്കണേ? നിങ്ങളെ ഫാമിലി ഒരുപാട് അന്തരമുണ്ട്. എടി വേണ്ടടി, ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയല്ലട്ട. എനിക്കറിയാം, ഞാൻ ഇവിടെ വന്നേ മുതൽക്ക് ഞാൻ അങ്ങനെ ഒരു വേലക്കാരിയായിട്ട് നിങ്ങളിനെ കണ്ടിട്ടില്ല. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയടി. ഇതാകുമ്പോൾ നല്ല സൗഹൃദത്തിൽ നമുക്ക് നിന്ന് പോവാം. വേണ്ട, ഇക്കൊന്നും കേൾക്കണ്ട നൂറ. അന്ന് ഇതുവരെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വേലക്കാരിയായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ എന്നെ ഇങ്ങനെ സ്ഥാപിക്കുകയാണ് ഈ വേലക്കാരിയാന്നുള്ളത്. എടി, എൻ്റെ ഉമ്മാക്കൊക്കെ ജീവനാണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നോട് വർത്താനം പറയാൻ പറ്റൂല. ഇപ്പൊ ഇക്ക് ഒരുപാട് പണിയുണ്ട്. പ്രേഷറാണടി നാളെ. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പോവാണ്ട്. അതാ ഞാൻ നേരത്തെ വന്നത്. ഇതും പറഞ്ഞിട്ട് അതിന് ഈ പണി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ല. ഈ പോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് സമ്മതിച്ചോക്കടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിന് കഴിയൂല. നിങ്ങൾ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ അവന്റെ കുട്ടിക്കളിക്ക് നിൽക്കല്ലേ. പിന്നെ എന്റെ പെരക്കാർക്ക് ഭയങ്കര നാണക്കേടാണല്ലോ. ഈ എന്താ എങ്ങനെ? അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ നൂറ. അതൊക്കെ ഭയങ്കര ബോറാണ്. എന്റെ പെരക്കാർക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഭയങ്കര ബോറാണ്. ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഒന്നും ആരും ചിന്തിക്കൂല. ഈ എന്തെങ്ങനെ? ചെറിയ പടി ചെല്ല്, ഞാൻ ആലോചിക്കട്ടെ. ഈ ചെല്ല് ഞാൻ അതൊന്ന് തീർക്കട്ടെ. ഇക്കൊന്ന് പഞ്ചായത്തിലൊക്കെ ഒന്ന് പോവാണ്ടടി. ചെല്ല് നൂറ. അത്രക്ക് ഇഷ്ടാടി അവനക്ക് എന്നോട്. ഈ അത് കണ്ടില്ല നടിക്കല്ലേടി. പാവാണ് അവന്. അല്ല സൈനോ, ഇജ്ജ് എവിടുക്ക പോണി തുണി കുപ്പായിട്ട്? അത് തോരടാനാണേ. എൻ്റെ മരിയോള് എവിടെയും കാണാത്തൊരു സ്വഭാവമാണ് എൻ്റെ മരിയോളെ സ്വഭാവം. രാവിലെ മുതൽ വൈകുന്നേരം വരെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. തിന്നാൻ വരാനവർക്ക് യാതൊരു കുഴപ്പമില്ല. എന്ത് പറയാനാ മൂത്തമ്മ, എപ്പോൾ കെടുക്കലുറത്തിയാണ് ഈ ഔത്തി ഡ്രസ്സുകൾ എന്നറിയാം. എന്താ മൂട്ടി ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ആരോട് വാശി കാട്ടിട്ടാണ് അവൾ ഈ കളി കളിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പണി എടുക്കണില്ല. എനിക്ക് വെച്ച് അതിനോട് പറഞ്ഞു കൊടുക്കാൻ എത്ര വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. വല്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ്. ഇന്റെ ആള് വളം വെച്ചെടുത്തിട്ട് വേറെ എന്താണ്? ഞാൻ ഒരു വളവും വെച്ചെടുത്തിട്ടില്ല ഓൾക്ക്. ഞാൻ ഇന്റെ മക്കളെ മാരിക്കേ ഞാൻ ഓളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഓള് ഈ പറഞ്ഞ മാരിക്ക് എന്തത്തെ കളി ഓളെ കളി എന്നുള്ളത് പഠിച്ച തമ്പുരാൻ തന്നെ അറിയുള്ളൂ. എന്റെ മക്കളെ നോക്കണ മാതിരി ഞാൻ ഓളെ നോക്കി. പക്ഷെ ഇതിപ്പോ എന്റെ കുട്ടികളെക്കാട്ടി അപ്പുറമാണ് ഓളെ വാശി. എന്ത് വാശിയാണെന്ന് അറിയാം മൂത്തമ്മ. ഇങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഇജ്ജ് വളം വെച്ചെടുത്തിട്ട് എന്നുള്ളത് ഓള് കുഞ്ഞോനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓളെ ചെള്ളടിച്ചിട്ട് പൊട്ടിക്കണം. അല്ലെ ഓന്റെ ചെള്ളടിച്ച് പൊട്ടിക്കണം. അന്റെ കയ്യിന് ബല ചെയ്യാഞ്ഞിട്ടാണ്. ഇജ്ജ് കുട്ടികളെ മാതിരി കൊണ്ടടക്കണ പോലും. അങ്ങനെ കൊണ്ടടന്ന് ഇപ്പൊ എന്തായി? ഇത് നല്ല കഥ. ഇതിനൊക്കെ അസൂയും കുശുമ്പും എന്നല്ല പറച്ചില്. ആ 100 സ്ഥലം വാങ്ങണ്ടെന്ന് അന്ന് തുറത്തിയതാണ് ഓളെ ഈ സൂക്കട്. ഇതിനൊക്കെ പറയല് വേറെ പേരാണ്. വല്ലാത്തൊരു പെൺകുട്ടി. ഇന്റെ മരിയോളെ കായൊക്കെ ഉണ്ടീന്നോള്. നിലത്തോട് നിർത്തിക്കും ഞാൻ ഓളെ. ഓളെ ഡ്രസ്സുകൾ തന്നെയാണ് ഈ കൂട്ടിയിട്ടിരിക്കണത്. പെരക്ക് ചൂഞ്ഞക്കാടല്ല എങ്ങനെ കൂട്ടിയിടുമ്പോള്. 100 എവിടക്കേ പോയി? ബഷീറാക്ക എടുക്കുക. ഇന്നത് പഞ്ചായത്തിൽ എവിടക്കൊക്കെ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. പോകില്ലോള്.
ആ അന്ന് അങ്ങോട്ട് പഞ്ചായത്തേക്ക് പോവാണ്ട് തന്നെയാണ്. ഇവിടെ ഉണ്ട് ഓലക്കൊടി, ഒന്ന് കൊത്തിയിരട്ടെ. ഇജു ഒറ്റക്ക് കൊത്തിയിടാൻ നോക്കണ്ട. ആ പാവാണ്. വല്ലാത്തൊരു നശൂലം പിടിച്ച മരിയോളെന്നെ ഈ മരിയോള് ഇവൾക്ക് കിട്ടിയത്. അതിനനുസരിച്ച് ഒരു പെങ്കോന്തനായൊരു മാപ്പിളിനെയും കിട്ടിയിരിക്കുന്നു. ഇമ്മ ദേഷ്യം വരണിട്ടോ നൂറിന്റെ വർത്താനം കേട്ടിട്ട്. ഇമ്മ പെൺകുട്ടി സമ്മതിക്കണേ, അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാം. ആ എന്ത് പറഞ്ഞു മോളോള്? പാവപ്പെട്ടൊരു പണക്കാര് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ അവൾ ഇങ്ങനെ? ഇപ്പൊ എന്താ കാട്ടുക? താത്തപ്പോ വിളിച്ചിന്ന് ചോദിച്ചോന്ന് വെച്ചിട്ട് എന്ത് ചോദിക്കാനപ്പ ഞാൻ കൊറേക്ക് പറ്റണ മാതിരി പറഞ്ഞു നോക്കി. എനിക്കറിയില്ല, ഇനി നമ്മളെ മുത്തൂന് ഭാഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കല്യാണം കേൾക്കാം അവളെ, അല്ലാന്നുണ്ടെങ്കിൽ അവണ്ട് മറന്നോട്ടെ. അവനാന്നുണ്ടെങ്കിൽ എനിക്കും വിളിക്കുക, താത്താക്കും വിളിക്കുക, എല്ലാവർക്കും വിളിക്കണ ചോദിച്ചാന്ന് പറഞ്ഞിട്ട് ഇത് എന്താ അത്? പാവാടി. അതിന് ഇതുകൊണ്ടായിരിക്കും ഈ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഇപ്പൊ നമ്മളെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കണല്ലോ. പണക്കാരോർക്ക് പണക്കാരനെ കല്യാണം കഴിച്ച് പോകാൻ പാടുള്ളൂ, പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവരെന്നെ പറ്റുള്ളൂ എന്നുള്ളൊരു ജനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ അങ്ങനത്തെ നാമോല്. അതുകൊണ്ടായിരിക്കും ആ കുട്ടി പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. പാവാന്ന് എനിക്കറിയമ്മ. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോളേ അവൾക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. അതിൻ്റെതായ ഒരു ഇതാണ് അവൾക്ക്, വേറെ ഒന്നുമല്ല. എനിക്കറിഞ്ഞൂടെ ഒരു കുടുംബം അവൾ ഒറ്റക്ക് കൊണ്ടടക്കണം എന്നുണ്ടെങ്കിൽ അവളൊരു ഇത് നോക്കി നിങ്ങള്. പക്ഷെ ഇന്നെ കൊണ്ടൊന്നും കഴിയൂല കേട്ടോ. ഇനി ഇമ്മനൊന്ന് അവളോട് സംസാരിച്ച് നോക്കി. ഇമ്മാന്റെ വലിയ കമ്പനിയല്ലേ, വിളിക്കുമ്പോൾ നൂറ വന്നിരുന്ന്, നൂറ് ആ കറി ഉണ്ടാക്കി, നൂറ് ഈ കറി ഉണ്ടാക്കി, നിന്റെ കാല് ഒഴിഞ്ഞന്ന്, എനിക്ക് അങ്ങനെ ചെയ്തന്ന്, ഇപ്പാക്ക ഭയങ്കര കാര്യമാണ്. നൂറിനെ പറ്റിയിട്ട് തന്നെ ഞങ്ങളോട് പറയലല്ല ഞങ്ങൾക്ക് നേരമുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കി അവളോട്. നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും അവളെ സമ്മതിപ്പിക്കല്. അല്ലെങ്കിൽ നമുക്ക് നേരെ ചെന്നിട്ടേ അവളോട് ചെന്നിട്ട് ചോദിക്കാം. നൂറ, എന്നോട് ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി തന്നില്ലല്ലേക്ക്. എന്റെ മകനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമാണോ എന്ന് ചോദിച്ചതിന് ചിക്ക ഒരു മറുപടി തന്നില്ലല്ല. എന്താ കുട്ടി ഈ മുണ്ടാത്തത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കാട്ടേ. ഈ എന്താ മുണ്ടാത്തത്? എന്നോട് വേറെ ഒന്നുമല്ലല്ലോ ചോദിക്കണത്. എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടാണോ എന്നല്ല ചോദിക്കണത്. എന്റെ ചെക്കൻ കാണുന്നുണ്ടെങ്കിൽ ഈ മതിയെന്നാണ് നിൽക്കുകയാണ്. സുറത്ത, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കി, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവോനെ. എന്തിനങ്ങനെ പിടിവാശി പിടിക്കണത്? ഞാൻ ഇതുവരായിട്ട് അവൻ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടില്ല. അവന്റെ മനസ്സിൽ എന്നോട് അങ്ങനെ ഒരു ഇതുള്ളത് ഞാൻ അത്രയും കാലം കരുതിയിട്ടില്ല. എന്തെങ്ങള് ഈ ഒന്നും മിണ്ടാതെ നിൽക്ക് നൂറ. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പാവപ്പെട്ടവര് പണക്കാരി എന്ന്. എന്ത് പാവപ്പെട്ടവരെന്ന് വെച്ച് പറഞ്ഞത്? എനിക്കറിയോ ഇവിടെ ബഷീറാക്ക് എന്നെ എങ്ങനെ കെട്ടിക്കൊടുന്നതെന്നുള്ളത്? വീട് എങ്ങനെയെന്ന് അറിയാം എനിക്ക്. ചെറിയൊരു ഓല വീടേന്ന്. ആ ഓല വീട്ടിൽ നിന്നാണ് ബഷീറാക്ക് എന്നെ കെട്ടിക്കൊടുന്നത്. ബഷീറാക്കാന്റെ പേരെ നല്ല വലിയ പേര. ഞങ്ങളെ നാട്ടിൽ കേളി കേട്ട പണക്കാര്. അന്ന് ഇന്നെ ബഷീറാക്ക് കെട്ടുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു നാണക്കേടുമില്ല ആ കാലത്ത്. എന്നാ പിന്നെ ബഷീറാക്കാന്റെ മോൻ അങ്ങനത്തെ കാര്യത്തിൽ ഒട്ടും കുറയുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ സൂറത്ത, ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഒരുവിധം എല്ലാ കടങ്ങളും തീർന്നത്. ഇപ്പം ഉണ്ടാക്കി വെച്ചത്, കുഞ്ഞുണ്ടാക്കി വെച്ചത്, അതിൻ്റെ പുറമെ ഇപ്പം സ്ഥലം മേടിക്കാനുള്ളത്, അതൊക്കെ ഇവിടെ വന്നിട്ടാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത് മാത്രം നിങ്ങൾ എന്നോട് പറയില്ല, കഴിയൂല. നിങ്ങൾ ഇങ്ങനൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല് സൂറ തന്നെ. അറിയാം എൻ്റെ മനസ്സിൽ എൻ്റെ മകനോടൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഒരു തടസ്സം. പാവം. എന്താ നൂറ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല ശരിയാ. ഉമ്മാനോട് പറയും ഞാൻ പോയി എന്നുള്ളത്. ഇന്ന് പഞ്ചായത്തിലൊക്കെ പോവാനുള്ള കാര്യത്തിനാ? ആ, റേഷന്റെ കാര്യത്തിന്. ആ, ഞാൻ ഉമ്മാനോട് പറഞ്ഞോളാം. ആ നൂറ, ഞങ്ങൾ പറഞ്ഞ കാര്യം ആലോചിക്കട്ടെ. ഈ ഒന്നും മിണ്ടാതിരി ശരിയ. ഞാൻ പോയിന്ന് പറയട്ടെ ഉമ്മാനോട്.
പാവം പെൺകുട്ടി. മുത്ത് കെട്ടുകയെന്നുണ്ടെങ്കിൽ പൊന്നു പോലെ നോക്കോളെ. അതേപോലെ തന്നെ എൻ്റെ ഉമ്മാക്കൊരു ഭാഗ്യമാവുകള്.